ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയുടെ പഠനം ഇവിടെ സമാരംഭിക്കുകയാണ്. ബ്രഹ്മവിദ്യ എന്താകുന്നു എന്നും ബ്രഹ്മവിദ്യാ പഠനത്തിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്നും ബ്രഹ്മവിദ്യാ പഠനം എങ്ങനെയാണ് വിജയപ്രദമാക്കി തീർക്കേണ്ടതെന്നും വിശദമായി പഠിപ്പിച്ചു തരുന്ന 5 ശ്ലോകങ്ങളടങ്ങുന്ന അതിവിശിഷ്ടമായൊരു ദാർശനിക കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുള്ള വിദ്യയാകുന്നു ബ്രഹ്മവിദ്യ. വേദാന്തമെന്നും ഉപനിഷത്ത് എന്നും അറിയപ്പെടുന്ന വിദ്യ തന്നെയാണ് ബ്രഹ്മവിദ്യ. യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയുവാനായി യാതൊന്നും അവശേഷിക്കുന്നില്ലയോ, അതാകുന്നു ബ്രഹ്മജ്ഞാനം അഥവാ ബ്രഹ്മവിദ്യ. സത്യാന്വേഷകൻ തന്നിൽ നിന്നും അന്യമല്ലാത്തതായി സർവത്തെയും കാണുന്ന ജ്ഞാനനിലയാകുന്നു ബ്രഹ്മവിദ്യ എന്ന് സാരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്വൈത ദർശനം തന്നെയാണ് ബ്രഹ്മവിദ്യ. ഗഹനാർത്ഥപുഷ്ടവും ദാർശനിക ദീപ്തി വഴിഞ്ഞൊഴുകുന്നതുമായ ഈ പഞ്ചകത്തിൻ്റെ പഠനത്തിലൂടെ ബ്രഹ്മവിദ്യയുടെ പൊരുൾ അടുത്തറിയാൻ സാധിക്കുന്നതാണ്. ഉപനിഷത്ത് പഠനത്തിലേക്കുള്ള ഒരു പ്രവേശിക എന്ന പദവി കൂടി ഈ കൃതിക്ക് നൽകി നമുക്ക് ഈ കൃതിയെ പഠന വിഷയമാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മവിദ്യ പഞ്ചകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൃതിയുടെ വിശദമായ പഠനം സമാരംഭിക്കുന്നതിന് മുമ്പായി ഈ കൃതി നമുക്കൊന്ന് ആലപിക്കാം. നിത്യാനിത്യവിവേകതോ ഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷട്കലസിതസ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദ ത്വം പ്രഭോ. ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോബുദ്ധിർ ന ചിത്തം വപുഃ പ്രാണാഹംകൃതയോ അന്യദപ്യസദവിദ്യാകൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗദിദം തത്തപരം ന അന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. വ്യാപ്തം യേന ചരാചരം ഖഡസരാവാദീവ മൃത്സത്തയാ യസ്യാന്തസ്ഫുരിതം യദാത്മകമിദം ജാതം യതോ വർത്തത്തെ യസ്മിൻ യത് പ്രളയേപി സദ്ഘനമജം സർവം യദന്വേതി തത്സത്യം വിദ്ധ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ. സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതി യേയം യയാധാര്യത്തെ പ്രാണീതി പ്രവിഭക്തഭുക് ബഹിരഹം പ്രാജ്ഞ സുഷുപ്തോ യദഃ യസ്യാത്മകലാസ്ഫുരത് അഹമിതി പ്രത്യന്തരംഗം ജനൈർ യസ്യൈ സ്വസ്തി സമർത്ഥ്യത്തെ പ്രതിപദാ പൂർണ്ണ ശൃണു
ത്വം ഹി സാ പ്രജ്ഞാനം ത്വഹമസ്തി തത്വമസി തത് ബ്രഹ്മായമാത്മേതി സംഗായൻ വിപ്ര ചരപ്രശാന്തമനസാ ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം ക്വനു സഞ്ചിതം തവ കിമാഗാമി ക്വ കർമാപ്യസദ് തയ്യധ്യസ്തമതോഖിലം ത്വം അസി സച്ചിന്മാത്രമേകം വിഭുഃ. ഇതോടുകൂടി ഗുരുകൃതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയുടെ സമാരംഭ പഠന ക്ലാസ്സിലൂടെ സമാപിക്കുന്നു. ഗുരുകൃതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയുടെ വിശദമായ പഠനം സമാരംഭിക്കുകയാണ്. ആദ്യമായി ഒന്നാമത്തെ ശ്ലോകം നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. നിത്യാനിത്യവിവേകതോ ഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷട്കലസിതസ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദ ത്വം പ്രഭോ. ആദ്യമായി ഈ ശ്ലോകത്തെ അത്ര ഭുവി ശമാദി ഷട്കലസിത സദ്വിദ്വാൻ നിത്യാനിത്യവിവേകതഃ ഹി നിതരാം നിർവേദമാപദ്യ മുക്തികാമ സ്യാത് പശ്ചാത് പ്രണതിസേവാദ്യൈ പ്രസന്നം ബ്രഹ്മവിദുത്തമം ഗുരും അഹം കാ ഇദം ജഗത് കുത ഇതി സ്വാമിൻ പ്രഭോ ത്വം വദ ഇതി പൃച്ഛേത്. ഇത്തരത്തിൽ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കണം. അതിനുശേഷം ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അത്ര ഭുവി ഈ ലോകത്ത് ശമാദി ഷട്കലസിത ശമം മുതലായ 6 ഗുണങ്ങളോടുകൂടി ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന സദ്വിദ്വാൻ സദ്ഗുണസമ്പന്നനും വിദ്വാനുമായിട്ടുള്ളവൻ നിത്യാനിത്യവിവേകത ഹി നിത്യവസ്തുബോധവും അനിത്യവസ്തുബോധവും സിദ്ധിച്ചതുമൂലം തന്നെ നിതരാം പരമമായ നിർവേദം ആപദ്യ വൈരാഗ്യത്തെ പ്രാപിച്ചിട്ട് മുക്തികാമ സ്യാദ് മുക്തികാമനായി അതായത് മോക്ഷാർത്ഥിയായി തീരുന്നു. പശ്ചാത് അതിനുശേഷം ആ ഒരു നില കൈവരിച്ചതിനു ശേഷം പ്രണതി സേവാദ്യൈ നമസ്കാരം സേവ മുതലായവയാൽ പ്രസന്നം ഗുരും പ്രസന്നം ബ്രഹ്മവിദുത്തമം ഗുരും പ്രസന്നചിത്തനും അല്ലെങ്കിൽ പ്രസാദിപ്പിക്കപ്പെട്ടവനും ബ്രഹ്മവിത്തും ഉത്തമനുമായ ഗുരുവിനോട് അഹം ഖ ഞാൻ ആരാകുന്നു, ഇദം ജഗത് കുതഃ ഈ ലോകം എവിടെ നിന്നുണ്ടായി, ഇതി എന്ന് സ്വാമിൻ പ്രഭോ ത്വം വദ സ്വാമിയും പ്രഭുവുമായവനെ നീ അതായത് അങ്ങ് പറഞ്ഞു തന്നാലും ഇതി പൃച്ഛേത് എന്നിങ്ങനെ ചോദിക്കണം. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ഈ ലോകത്ത്
ശമദമാദി ഷഡ്ഗുണങ്ങളാൽ പ്രശോഭിതനും സദ്വിദ്വാനും നിത്യാനിത്യ വിവേകബുദ്ധി സ്വായത്തമാക്കിയതുമൂലം വൈരാഗ്യനിലയെ പ്രാപിച്ചവനും ജ്ഞാനിയുമായവൻ മോക്ഷാർത്ഥിയായി ഭവിക്കുന്നു. ആ നിലയിൽ എത്തിച്ചേർന്നവൻ ബ്രഹ്മവിത്തും ഉത്തമനുമായ ഒരു ഗുരുവിനെ കണ്ടെത്തി പ്രണമിക്കുകയും സേവാദികളാൽ പ്രസാദിപ്പിക്കുകയും ചെയ്തതിനു ശേഷം, സ്വാമിൻ, പ്രഭോ, ഞാൻ ആരാകുന്നു? ഈ ലോകം എവിടെ നിന്നുണ്ടായി? അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കണം. ബ്രഹ്മവിദ്യാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന ജ്ഞാനജിജ്ഞാസുവായ ശിഷ്യൻ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ടാണ് ഈ കൃതി സമാരംഭിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണെന്നും ഈ ഉപദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശമാധി ഷക്കലസിതനായ ജ്ഞാനജിജ്ഞാസുവിന് മാത്രമേ ബ്രഹ്മവിദ്യ പഠിക്കുവാൻ അർഹതയുള്ളൂ എന്നാണ് ഈ കൃതിയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൗകിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കലാണ് ശമം. മനുഷ്യ മനസ്സ് വാനരസമം ചപലവും ചഞ്ചലവുമാണ്. ഭോഗവിഷയങ്ങൾക്കു പിന്നാലെ കുതികൊള്ളുന്ന മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മനിഷ്ഠമാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് ആത്മവിദ്യാ പഠനത്തിൽ ഉത്സുകനായ ശിഷ്യൻ ആദ്യമായി ചെയ്യേണ്ടത്. ശമത്തിൻ്റെ അനുപൂരകമാണ് ദമം. ബാഹ്യേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കലാണിത്. പുറം കാഴ്ചകളിൽ നിന്നും കണ്ണുകളെയും പ്രാപഞ്ചിക ബഹളങ്ങളിൽ നിന്നെല്ലാം കാതുകളെയും വിഷയരസാനുഭവങ്ങളിൽ നിന്ന് നാവിനെയും ഗന്ധാനുഭവങ്ങളിൽ നിന്ന് മൂക്കിനെയും സ്പർശാനുഭവങ്ങളിൽ നിന്ന് ത്വക്കിനെയും പിൻവലിച്ച് അന്തർമുഖമാക്കി തീർക്കുന്ന ശ്രമകരമായ വൃത്തിയാണ് ദമ. ഉപരതിയാണ് അടുത്തത്. വിഹിത കർമ്മങ്ങളെ വിധിപ്രകാരം ത്യജിക്കലാകുന്നു ഉപരതി. വിഹിത സുഖങ്ങളെല്ലാം വിധിപ്രകാരം അനുഭവിച്ചതിനു ശേഷം വൈരാഗ്യബുദ്ധി ആർജിച്ചെടുത്ത് സംഘമുക്തി നേടിയെടുക്കുന്നതിനെയാണ് ഉപരതിയായി മനസ്സിലാക്കേണ്ടത്. ഉപരതി കഴിഞ്ഞാൽ തിതിക്ഷയാണ്. സുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ശീതോഷ്ണാദികളിലും സമഭാവം പുലർത്തി മുന്നേറാനുള്ള സഹനശക്തി അല്ലെ സഹനശേഷി ആണ് തിതിക്ഷ. ഹർഷങ്ങളിൽ അമിതമായി ഹർഷിക്കാതിരിക്കുകയും ദുഃഖങ്ങളിൽ അതിതാപനം അനുഭവിക്കാതിരിക്കുകയും ഭേദബുദ്ധി വെടിഞ്ഞ് സർവ്വതിലും സമഭാവം പുലർത്തി ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. സമാധാനമാണ് ശമാധി ഷഡ്കത്തിലെ 5ാമത്തെ ഗുണം. മനസ്സിനെ വരുതിയിൽ നിർത്തി ശ്രവണ മനന നിധിധ്യാസനാദികളിൽ മുഴുകി ജീവിക്കുന്നതിനെയാണ് സമാധാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുരുപദേശങ്ങളിലുള്ള സമർപ്പിത വിശ്വാസമാണ് ശ്രദ്ധ. ഇപ്പറഞ്ഞ 6 ഗുണങ്ങളും തികഞ്ഞ ജ്ഞാനജിജ്ഞാസുക്കളായ ശിഷ്യന്മാർക്കു മാത്രമേ ബ്രഹ്മവിദുത്തമന്മാരായ ഗുരുക്കന്മാർ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തിരുന്നുള്ളൂ. ബ്രഹ്മവിദ്യാ വിദ്യാർത്ഥികൾ മുക്തികാമന്മാർ കൂടിയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും പ്രത്യേക ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. മുക്തികാമവും ബന്ധമോക്ഷേച്ഛയും ഒന്ന് തന്നെയാണ്. പ്രാപഞ്ചികമായ സർവബന്ധനങ്ങളിൽ നിന്നുമുള്ള വിടുതൽ ബ്രഹ്മവിദ്യാ സാക്ഷാത്കാരത്തിന് അനുപേക്ഷണീയമായ യോഗ്യതയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. മുക്തികാമനായ ജ്ഞാനജിജ്ഞാസുവിന് മോക്ഷപ്രാപ്തി നേടിയെടുക്കുന്നതിനായി ബ്രഹ്മവിത്തും ഉത്തമനുമായ ഒരു ഗുരുവിൻ്റെ സഹായം കൂടിയെത്തിയിരുന്നു. ബ്രഹ്മസാക്ഷാത്കാര പദവി കൈവരിച്ച ബ്രഹ്മജ്ഞനെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. സത്യസാക്ഷാത്കാര സാധനയിലൂടെ ബ്രഹ്മത്തെ ദർശിച്ചവനാണ് ബ്രഹ്മവിത്തായ ഗുരു. അറിവിലും ഏറിയറിഞ്ഞ്
സർവജ്ഞപദത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരാൾക്ക് ഗുരുപദവി സംസിദ്ധമായി തീരുന്നത്. അറിവിൻ്റെ ഗുരുത്വമാണ് ഗുരുപദവിയുടെ മാനദണ്ഡം. ഏറെ അറിഞ്ഞവൻ ഏറിയറിഞ്ഞവൻ ഗുരുവും ജ്ഞാനജിജ്ഞാസു ശിഷ്യനുമാണ്. ജ്ഞാനജിജ്ഞാസയാണ് ശിഷ്യനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത. ഈ ലോകം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, എപ്പോഴുണ്ടായി? ലോകത്തിന് ഒരവസാനമുണ്ടായിരിക്കുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? ഞാൻ ആരാകുന്നു? ഈ ലോകവുമായി എനിക്കുള്ള ബന്ധമെന്താണ്? എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? ജ്ഞാനജിജ്ഞാസു എല്ലായ്പ്പോഴും ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കും. ബ്രഹ്മവിദുത്തമനായ ഗുരുവിനെ സേവകളിലൂടെയും ശുശ്രൂഷാദികളിലൂടെയും പ്രസാദിപ്പിച്ചതിനു ശേഷം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതോടുകൂടി ബ്രഹ്മവിദ്യ പഠനം സമാരംഭിക്കുകയായി. ശിഷ്യന്റെ സംശയങ്ങൾക്ക് യുക്തിയുക്തം മറുപടി നൽകി അവൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അവൻ്റെ മനസ്സിൽ ജ്ഞാനപ്രകാശം കോരി നിറയ്ക്കാൻ സന്നദ്ധനും പ്രാപ്തനുമായ ഗുരുവാണ് ബ്രഹ്മവിദുത്തമനായ ഗുരു. ആ ഗുരു ബ്രഹ്മവിത്തായിരിക്കണം, ഉത്തമനുമായിരിക്കണം. ജ്ഞാനജിജ്ഞാസുവായ ശിഷ്യനും ബ്രഹ്മവിദുത്തമനായ ഗുരുവും തമ്മിൽ ധനാത്മകമായ പോസിറ്റീവായ ജ്ഞാനസംവാദം നടക്കുന്നിടത്ത് മാത്രമേ ബ്രഹ്മവിദ്യാ പഠനം സാധിതമായി തീരുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയിലെ ഒന്നാമത്തെ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാവുന്നതാണ്. ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോബുദ്ധിർ ന ചിത്തം വപുഃ പ്രാണാഹംകൃതയോ അന്യദപ്യസദവിദ്യാകൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗദിദം ത്വത്ത പരം ന അന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ത്വം ബ്രഹ്മഹി, നീ ബ്രഹ്മം തന്നെയാകുന്നു. നീ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നീ ജ്ഞാനസ്വരൂപതയോട് കൂടിയവനാകുന്നു. നച ഇന്ദ്രിയാണി, നീ ഇന്ദ്രിയങ്ങളല്ല. ന മന, മനസ്സല്ല. ന ബുദ്ധി, ബുദ്ധിയല്ല. ന ചിത്തം, നീ ചിത്തമല്ല. ന വപുഃ, നീ ശരീരമല്ല, വപുസല്ല. പ്രാണാഹംകൃതയ, പ്രാണങ്ങളും അഹങ്കാരവും. സ്വാത്മനി, സ്വാത്മാവിൽ, അതായത് സ്വന്തം ആത്മാവിൽ. അവിദ്യാകൽപ്പിതം അസത്, അവിദ്യയാൽ കൽപ്പിക്കപ്പെടുന്ന അവിദ്യയാൽ ജനിപ്പിക്കപ്പെടുന്ന സ്വന്തമായ ഉണ്മയില്ലാത്ത അസത്താവും. അന്യതപി, മറ്റുള്ളവയും. സർവം, എല്ലാം. ദൃശ്യതയാ ജഡം, കാണപ്പെടുന്നവയാണ്. അതോടൊപ്പം തന്നെ അവ ജഡാത്മകങ്ങളുമാണ്. ഇതം ജഗത്, ഈ ലോകം. ത്വത് ത, നിന്നിൽ നിന്നും. പരം അന്യത ന ജാതം, അന്യമായ വേറെ എങ്ങു നിന്നും ഉണ്ടായി വന്നിട്ടുള്ളതല്ല. തത്, അത്. സ്വതഃ ഏവ, സ്വയമേവ, തന്നെത്താൻ. ന ഭാതി, പ്രകാശിക്കുന്നില്ല. മൃഗതൃഷ്ണാഭം, മരീചികാസമം. ദരീദൃശ്യതാം, ഗുഹനം ചെയ്യപ്പെട്ട ഇതിനെ നീ കാണുക, കണ്ടാലും. അപ്പോൾ നമുക്ക് ഈ
പദാനുപദാർത്ഥം മനസ്സിലാക്കിയ തരത്തിൽ തന്നെ വേണം ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് ഉറപ്പിച്ച് മനസ്സിൽ നിർത്തേണ്ടത്. ത്വം ബ്രഹ്മഹി ഇന്ദ്രിയാണി ന ച മനാന്ന ചിത്തം ന വപൂന്ന പ്രാണാഹങ്കൃതയാന്ന സ്വാത്മനി അവിദ്യാകൽപ്പിതം അസത് അന്യദപി ന സർവം ദൃശ്യതയാ ജഡം ഇദം ജഗത് ത്വത്തപരം അന്യത ന ജാതം തത് സ്വയമേവ ന ഭാതി മൃഗതൃഷ്ണാഭം ദൃശ്യതാം. അപ്പം ഇത്തരത്തിൽ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് പദാനുപദാർത്ഥവും മനസ്സിലാക്കിയതിന് ശേഷമേ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാവൂ. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: നീ ബ്രഹ്മം തന്നെയാണ്. ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ശരീരമല്ല, പ്രാണങ്ങളല്ല, അഹങ്കാരവുമല്ല. സ്വാത്മാവിൽ അജ്ഞാനത്താൽ കൽപ്പിതമായതും അസത്വമായ മറ്റൊന്നും തന്നെയല്ല നീ. കാണപ്പെടുന്നവയെല്ലാം ജഡാത്മകങ്ങളാണ്. ഈ ലോകം നിന്നിൽ നിന്നും അന്യമായ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല. അത് സ്വയമേവ തന്നെത്താൻ പ്രകാശിക്കുന്നില്ല എന്ന് മാത്രം. മരീചികാസമം ഗുഹനം ചെയ്യപ്പെട്ടതായി എല്ലാറ്റിനെയും നീ മനസ്സിലാക്കുക. അറിവിൻ്റെ ആദിപാഠങ്ങൾ ഗ്രഹിച്ചവനും ഗ്രാഹക ബുദ്ധി ഉണർന്നു വർത്തിക്കുന്ന മനസ്സിൻ്റെ ഉടമയും ജ്ഞാനജിജ്ഞാസുവും ശ്രദ്ധാവാനുമായ ഒരു ശിഷ്യനാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വ്യക്തവും സ്പഷ്ടവും സംശയനിവാരണ യുക്തവും സുതാര്യവും ശാസ്ത്രസമ്മതിയുള്ളതുമായ ഉത്തരങ്ങളാണ് അവൻ ആവശ്യം. ഇവിടെ ഉത്തരങ്ങൾ നൽകുന്ന ഗുരു ബ്രഹ്മവിദ് ഉത്തമനായതുകൊണ്ട് ഞാൻ ആരാകുന്നു എന്ന ശിഷ്യന്റെ ചോദ്യത്തിന് നീ ബ്രഹ്മം തന്നെ എന്ന ഒറ്റ വാക്കിലുള്ള മറുപടിയാണ് ഗുരു കൊടുക്കുന്നത്. ബ്രഹ്മം എന്താകുന്നു എന്ന ബോധമുള്ളവനാണ് ചോദ്യകർത്താവായ ശിഷ്യൻ എന്ന ബോധ്യമാണ് ഈ ഉത്തരം നൽകാൻ ഗുരുവിനെ പ്രേരിപ്പിക്കുന്നത്. ബ്രഹ്മവിദ് ഉത്തമൻ തന്നെയാണ് ഈ ഗുരു എന്ന് സാരം. നീ ഇന്ദ്രിയങ്ങളല്ല, നീ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ ശരീരമോ അല്ല. പ്രാണാഹങ്കൃതികളെല്ലാം സ്വാത്മാവിൽ കൽപ്പിതങ്ങളായ അവിദ്യാബോധമാകുന്നു. അതെല്ലാം അസത്തായതുകൊണ്ട്, അഥവാ സ്വന്തമായ ഉണ്മയില്ലാത്തവയായതുകൊണ്ട് നീ അതൊന്നുമല്ല. കാണപ്പെടുന്ന സർവ്വതും ജഡാത്മകങ്ങളാണ്. നീയോ ജഡാതീതനും പ്രകാശവാനുമാകുന്നു. സ്വയം പ്രകാശിതമായ ആത്മജ്യോതിസാണ് നീ. നീ പരമമായ സത്യം തന്നെയാണ്. നിന്നിൽ നിന്നും അന്യമായ യാതൊന്നും സത്യമല്ല. ഉണ്ട് എന്നുള്ള തോന്നൽ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വതും അസത്യങ്ങളാണ്. അവയ്ക്ക് മരീചികാ പദവി മാത്രമേ കൽപ്പിക്കേണ്ടതുള്ളൂ എന്ന് അസന്നിഗ്ധമായ ഉപദേശമാണ് ഗുരു ശിഷ്യന് നൽകിയിരിക്കുന്നത്. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അന്ധക്കരണ ചതുഷ്ടയമാണ്. കൈകാൽ മുതലായ ഇന്ദ്രിയങ്ങൾ കരണോപകരണങ്ങൾ മാത്രമാണ്. അവയെ പ്രവർത്തിപ്പിക്കുന്ന അന്തർചോദന ആത്മനിഷ്ഠമാണ്. ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കർമ്മചോദനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വാത്മജ്യോതിസാകുന്നു നീ. ഈ ലോകം നിന്നിൽ നിന്നും അന്യമല്ല. സ്വാത്മാവിൽ ഉറന്നുവന്ന് ബോധാനുഭൂതി ജനിപ്പിക്കുന്ന ബ്രഹ്മവിവർത്തങ്ങളാണ് ലോകമായി നീ അനുഭവിക്കുന്നത്. നീ സ്ഥൂലദേഹമല്ല. സ്ഥൂലദേഹത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന സൂക്ഷ്മദേഹിയായി നീ നിന്നെ സ്വയം മനസ്സിലാക്കുക. ഏകവും അഖണ്ഡവുമായ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും എങ്ങുമില്ല. നീയും ആ അഖണ്ഡ സ്വരൂപതയുടെ സൂക്ഷ്മാംശം തന്നെയാകുന്നു എന്നറിയുക. ഞാൻ എന്ന ഉണ്മയും
പ്രാണാഹംകൃതികളുടെ നിലയും എന്താണെന്ന് മനസ്സിലാക്കിയാലേ കൃതിയുടെ ഈ ശ്ലോകത്തിൻ്റെ ശരിയായ പൊരുൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ. ശരീരം പഞ്ചമഹാഭൂത തന്മാത്രകളുടെ സംഘാത സ്വരൂപമാണ്. ഖരാവസ്ഥയിലുള്ള അസ്ഥി, പല്ല്, സ്നായുക്കൾ മുതലായ ശരീരഭാഗങ്ങളെല്ലാം പൃഥ്വിമയങ്ങളാണ്, അല്ലെങ്കിൽ ഭൂമിമയങ്ങളാണ്. രക്തം, മൂത്രം, വിയർപ്പ്, ശുക്ലം, കഫം മുതലായവ ജലമയങ്ങളാണ്. ഇളകി ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ശരീരസ്ഥിതങ്ങളായ സർവ്വതും വായുമയങ്ങളാണ്. ഉഷ്ണ സ്വഭാവത്തോടു കൂടിയുള്ളവയെല്ലാം അഗ്നിമയങ്ങളാണ്. സ്ഥൂല ശരീരത്തിന് സ്ഥിതി ചെയ്യാൻ ഇടം നൽകുന്നത് യാതൊന്നാണോ അതാണ് ആകാശം. അങ്ങനെയെല്ലാമുള്ള സ്ഥൂല ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന വായു പ്രഭാവങ്ങളാണ് പഞ്ചപ്രാണങ്ങൾ. ഉദാനൻ, അപാനൻ, വ്യാനൻ, സമാനൻ, പ്രാണൻ എന്നിവയാണ് പഞ്ചപ്രാണങ്ങൾ. ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ നാസാദ്വാരങ്ങളിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്തരീക്ഷവായു ശ്വാസകോശത്തിൽ തിങ്ങി നിറഞ്ഞതിന് ശേഷം ഹൃദയനാഭിയിലേക്ക് തള്ളിക്കയറുമ്പോൾ അവിടെ വച്ചത് 5 വേർതിരിഞ്ഞ് 5 തരം പ്രാണനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഉച്ഛ്വാസവായുവിലെ ഒരംശം ഊർധ്വഗതി അവലംബിച്ച് പ്രയാണം ആരംഭിക്കുന്നു. ഇക്കിള്, ഏമ്പക്കം, ഛർദി, ഓക്കാനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന, അല്ലെ അത് സാധിതമാക്കി തീർക്കുന്ന ഊർജം പ്രദാനം ചെയ്യുന്നത് ആ പ്രവാഹത്തള്ളിച്ചയിൽ നിന്നും ഉരുത്തിരിയുന്ന ശക്തി ചൈതന്യമാണ്. ഉദ്, അനൻ എന്നിങ്ങനെ ഉദാനൻ എന്ന പദത്തെ ഇഴപിരിച്ച് അർത്ഥകൽപ്പന നടത്തുമ്പോൾ ഊർധ്വഗതിയിൽ സഞ്ചരിക്കുന്ന പ്രാണവായു എന്ന് ഉദാന പദത്തിന് അർത്ഥം സിദ്ധിക്കുന്നു. ഉച്ഛ്വാസവായുവിലെ രണ്ടാമത്തെ ഒരംശം ശരീരത്തിൻ്റെ സർവ്വഭാഗങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ശരീരമാസകലം സഞ്ചരിക്കുന്നു. വ്യാനൻ എന്നാണ് ആ വായു അംശം അറിയപ്പെടുന്നത്. സർവവ്യാപക സ്വഭാവം കൊണ്ട് സഞ്ചരിക്കുന്ന വായുവാണ് വ്യാനവായു. ഉച്ഛ്വാസവായുവിലെ മൂന്നാമത്തെ അംശം അധോഗതിയിലാണ് സഞ്ചരിക്കുന്നത്. സുതാര്യമായ രക്തചംക്രമണത്തിന് വിഘാതമുണ്ടാക്കുന്ന തടസ്സങ്ങളെയെല്ലാം അമർച്ച ചെയ്ത് കീഴോട്ട് തള്ളിവിടുന്ന ധർമ്മമാണ് അപാനവായു നിർവഹിക്കുന്നത്. ഉച്ഛ്വാസവായുവിലെ നാലാമത്തെ അംശം നാഭി കേന്ദ്രസ്ഥിതമായ മണിപൂരക ചക്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രവാഹത്താൽ ആണ് നയിക്കപ്പെടുന്നത്, അല്ലെ ആ ഒരു പ്രവാഹം നടത്തുന്ന വായുവാണ് സമാനവായു. മണിപൂരക ചക്രത്തിന് ചുറ്റും സമാനഗതി അവലംബിച്ച് ചംക്രമണം ചെയ്യുന്നത് കൊണ്ട് സമാനൻ എന്ന പേരിലാണ് ഈ വായു അംശം അറിയപ്പെടുന്നത്. ജഠരാഗ്നിയെ ഊതിത്തെളിക്കുന്നതും ദഹന പ്രക്രിയയെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതും സമാനവായുവാണ്. ഈ പറഞ്ഞ 4 ജൈവിക പ്രക്രിയകളാണ് പാഞ്ചഭൗതിക സംഘാത സ്വരൂപത്തോടു കൂടിയ ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്നത്. ഈ 4 പ്രാണനധർമ്മങ്ങളെയും ഏകോപിപ്പിച്ച് ശരീരത്തെ ജീവസുറ്റതാക്കി തീർക്കുന്ന പ്രാണവായുക്കളുടെ മുഖ്യ പദവി അലങ്കരിക്കുന്നത് പ്രാണനാണ്. പ്രാണനധർമ്മത്തിൽ പങ്കുവഹിക്കുന്ന സൂക്ഷ്മശക്തികളുടെ എല്ലാം ഏകോപിത ശക്തി എന്ന് മുഖ്യപ്രാണനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പഞ്ചപ്രാണങ്ങൾ സദംശകങ്ങളാണോ അതോ അസദംശങ്ങളാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. സ്വന്തമായ ഉണ്മയോട് കൂടിയത് സത്തും അതില്ലാത്തത് അസത്തുമാണ്. ഒരേ അന്തരീക്ഷവായു ആണ് ശരീരത്തിനുള്ളിൽ പഞ്ചപ്രാണങ്ങളായും ശരീരത്തിന് പുറത്ത് കേവല അന്തരീക്ഷവായുവായും വർത്തിക്കുന്നത്. ശരീരത്തിനുള്ളിലായിരിക്കുമ്പോൾ ആത്മജ്യോതിസായി പകർന്നാട്ടം നടത്തി പ്രാണനധർമ്മ നിർവഹണം നടത്താനുള്ള സർഗശക്തി ഉച്ഛ്വാസവായുവിന് കൈവന്നു ചേരുന്നത് എങ്ങനെയാണ്?
അതിസങ്കീർണമായൊരു ചിന്താവിഷയമാണിത്. തത് സ്വയമേവ ന ഭാതി എന്നും മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം എന്നും സമാധാനിക്കാൻ മാത്രമേ മനുഷ്യൻ്റെ മേധാശക്തിക്ക് കരണീയമായിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. വ്യാപ്തം യേന ചരാചരം ഖടശരാവാദീവ മൃത്സത്തയാ യസ്യാന്തസ്ഫുരിതം യദാത്മകമിദം ജാതം യതോ വർത്തതേ യസ്മിൻ യത് പ്രളയേപി സദ്ഘനമജം സർവം യദന്വേതി തത്സത്യം വിദ്ധ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ. ആദ്യമായി ശ്ലോകത്തെ ഖഡശരാവാദി മൃത്സത്തയാ ഇവ യേന ചരാചരം വ്യാപ്തം ഇദം യസ്യ അന്തസ്ഫുരിതം ഇദം യദാത്മകം ഇദം യദഃ ജാതം യസ്മിൻ വർത്തതേ യത് പ്രളയേ അപി സദ്ഘനം യത് അജം യത് സർവമന്വേതി നിർമ്മലധിയ അമൃതായ യസ്മൈ നമ കുർവതേ തത്സത്യം വിദ്ധി. ഇത്തരത്തിൽ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം. അതിനുശേഷം പദാനുപദ അർത്ഥങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. ഖഡശരാവാദി, കുടം, ചിരാത് മുതലായവ. മൃത്സത്തയാ ഇവ, മണ്ണിൻ്റെ സത്തയാൽ എന്നതുപോലെ. യേന, യാതൊന്നിനാൽ, ചരാചരം വ്യാപ്തം, ചരാചരങ്ങളായി വ്യാപിച്ചിരിക്കുന്നുവോ, അതായത് സർവ ചരാചരങ്ങളും വ്യാപിച്ചിരിക്കുന്നുവോ. ഇതം, അങ്ങനെയുള്ള ഈ ലോകം. യസ്യ, യാതൊന്നിൻ്റെ, അന്തസ്ഫുരിതം, ഉള്ളിൽ സ്ഫുരിക്കപ്പെടുന്നുവോ. ഇതം യദാത്മകം, ഈ ലോകം യാതൊന്നിൻ്റെ സത്തയോടുകൂടിയതാണോ. യദഃ ജാതം, യാതൊന്നിൽ നിന്നും ജാതമായതാണോ. യസ്മിൻ വർത്തതേ, യാതൊന്നിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ. യത് പ്രളയേ അപി, യാതൊന്ന് പ്രളയകാലത്തുപോലും സദ്ഘനം, സത്തു മാത്രമായി വിരാജിക്കുന്നുവോ. യത് അജം, ജന്മം ഇല്ലാത്തതായി യാതൊന്നാണോ ഉള്ളത്. യത് സർവം അന്വേതി, യാതൊന്ന് സർവത്തെയും പിന്തുടരുന്നുവോ. നിർമ്മലധിയാ, ശുദ്ധ മനസ്സന്മാർ, അമൃതായ, അമൃതത്വത്തിനു വേണ്ടി, യസ്മൈ നമസ്കുർവതേ, നമ കുർവതേ, യാതൊന്നിന് നമസ്കാരം പറയുന്നുവോ. തത് സത്യം വിദ്ധി, അതാകുന്നു സത്യമെന്ന് അറിയുക. ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. കുടം, ചിരാത് മുതലായവ മണ്ണിൻ്റെ സത്തയാൽ എന്ന പോലെ യാതൊന്നിനാൽ ചരാചരങ്ങൾ വ്യാപ്തമായിരിക്കുന്നുവോ. ഈ ലോകം യാതൊന്നിൻ്റെ ഉള്ളിലാണോ സ്ഫുരിക്കുന്നത്, യാതൊന്നാണോ ഈ ലോകത്തിൻ്റെ ആത്മാവായി വർത്തിക്കുന്നത്, ഈ ലോകം എവിടെ നിന്നും ജാതമായതാണോ, യാതൊന്നിൽ ഈ ലോകം സ്ഥിതി ചെയ്യുന്നുവോ, യാതൊന്ന് പ്രളയത്തിൽ പോലും സദ്ഘനമായി വർത്തിക്കുന്നുവോ, യാതൊന്ന് അജാതമാണോ, യാതൊന്ന് സർവത്തിനും അനുസ്യൂതമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ.
ശുദ്ധ സത്വന്മാരായിട്ടുള്ള ജ്ഞാനികൾ മോക്ഷലാഭാർത്ഥം യാതൊന്നിനെയാണോ നമസ്കരിക്കുന്നത് അതാകുന്നു സത്യം എന്നറിയുക. ബ്രഹ്മസ്വരൂപത്തെപ്പറ്റിയുള്ള സമഗ്രമായൊരു വിവരണമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. പരമമായ സത്യവും ബ്രഹ്മവും ഒന്നു തന്നെയാണ്. കുടം, ചിരാത് മുതലായ മൺപാത്രങ്ങളുടെ സത്ത മണ്ണു മാത്രമാണ്. മണ്ണിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മൺപാത്രങ്ങൾക്ക് പാത്രസ്വരൂപം നൽകുന്നത് കുശവന്റെ സർഗസിദ്ധിയാണ്. കുടമായി ഭാസിക്കുമ്പോഴും ചിരാതായി ഭാസിക്കുമ്പോഴും മൃത്സത്തയിൽ അധിഷ്ഠിതമായ സ്വത്വസ്വരൂപ ഗുണങ്ങളോടു കൂടിയാണ് അവ വർത്തിക്കുന്നത്. ചരാചര സമൃദ്ധമായ ഈ ജഗത്തിൻ്റെ സത്ത മൃണ്മയമാണ്. ലോകം ഭാസിക്കുന്നത് അറിവിലാണ്. അറിവിൻ്റെ രൂപത്തിലാണ് ലോകം പ്രകാശിക്കുന്നത്. അറിവിൽ നിന്നുമുണ്ടായി വന്ന് അറിവായി വിളങ്ങുന്ന പ്രതീതികളാണ് വിശ്വപ്രപഞ്ചമായി വിലാസം ചെയ്യുന്നത്. അറിവിന് നാശമില്ല. കാലാതീതമായി അത് പ്രകാശിക്കുന്നു. പ്രളയകാലത്ത് പോലും ഏകമായ സത്യം അഖണ്ഡബോധസത്തയായി അവശേഷിക്കുന്നു. അറിവ് യാതൊന്നിൽ നിന്നും ഉണ്ടായി വരുന്നതല്ല. അറിവ് സർവ്വതുമായി പരിരസിക്കുന്ന ബോധസത്തയാണത്. ആ ബോധസത്തയിൽ അമർന്ന് അതായി വിളങ്ങാനാണ് ശുദ്ധസത്വന്മാരായ പരമജ്ഞന്മാർ നമനഭാവത്തോടുകൂടി വർത്തിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള അഖണ്ഡബോധ സ്വരൂപതയുടെ ഭാഗം തന്നെയാണ് നീ എന്ന് മനനം ചെയ്തറിയാൻ ആണിവിടെ ഉപദേശിച്ചിരിക്കുന്നത്. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം, അന്നേതു ശോകം ഏകത്വദൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രത്തെ ഈ ശ്ലോകത്തോട് ചേർത്ത് വെച്ച് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. വ്യാപ്തം യേന ചരാചരം എന്ന പ്രയോഗത്തെ ഇനി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. ഈ ലോകത്തെ ചരങ്ങളും അചരങ്ങളുമായി, അല്ലെങ്കിൽ ചലന സ്വഭാവമുള്ളതും അല്ലാത്തതുമായി പിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യജാലങ്ങളും വസ്തുജാലങ്ങളും ശ്രവ്യജാലങ്ങളും അതുപോലെ ഘ്രാണജാലങ്ങളും രസജാലങ്ങളും സ്പർശജാലങ്ങളും നിറഞ്ഞ വിസ്മയങ്ങളുടെ ലോകമായിട്ടാണ് വിധാനിച്ചു വച്ചിരിക്കുന്നത്. ഓർത്തു നോക്കിയാൽ കുടങ്ങളും മൺചിരാതുകളുമൊക്കെ മൃത്സത്തിൽ നിന്നും ഉണ്ടായി മറയുന്നത് പോലെ ലോകവും ഉണ്ടായി മറയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു മൺചിരാത് അതായി രൂപപ്പെടുന്നതിന് മുമ്പ് കളിമണ്ണ് മാത്രമായിട്ടാണ് അതിൻ്റെ പൂർവ്വരൂപം ഭാസിച്ചിരുന്നത്. എണ്ണക്കുരു അത് ചതച്ചരച്ച് അല്ലെങ്കിൽ ചതച്ച് മയപ്പെടുത്തി അത് ഉണക്കിയെടുത്ത് കത്തിച്ചാൽ രാത്രികാലത്തെ ഇരുട്ടിനെ അകറ്റാൻ അത് പര്യാപ്തമാകും എന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ പ്രാചീന മനുഷ്യൻ്റെ സർഗവൃത്തികളാണ് കളിമണ്ണിനെ ചിരാതിൻ്റെ രൂപത്തിൽ ഉരുവപ്പെടുത്തിയെടുക്കാൻ ഉള്ള അന്തർചോദനയായി വർത്തിച്ചത്. ആ ആന്തരിക ചോദനയുടെ സ്വയം പ്രേരിത ശക്തിയാൽ നൈസർഗികമായൊരു യാന്ത്രിക വൃത്തി നടക്കുകയും ചിരാത് ഉരുവം കൊള്ളുകയുമാണ് ഉണ്ടായത്. കുടത്തിൻ്റെ ഉൽപ്പത്തി കഥ പരിശോധിച്ചാലും അതിൻ്റെ വിധാനീയ ചരിത്രം വ്യത്യസ്തമല്ല. ജലം കോരി സൂക്ഷിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ മണ്ണ് കുഴച്ചുണ്ടാക്കി പരുവപ്പെടുത്തിയെടുത്ത കുടവും മനുഷ്യൻ്റെ സർഗസിദ്ധിയുടെ ഉൽപ്പന്നമാകും. മഞ്ഞുറഞ്ഞ് കുന്നുകൂടിയുണ്ടായ ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ ജലം അചരാവസ്ഥയെ പ്രാപിച്ച് നിലകൊള്ളുമ്പോൾ നദികളിൽ അതേ ജലം പ്രവാഹമായും
സമുദ്രങ്ങളിൽ തളം കെട്ടിയ ജലശേഖരങ്ങളായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൃക്ഷാദികൾ ഭൂമിയിൽ വേരുകൾ ആഴ്ത്തി അചരങ്ങളായി വളർന്ന് പന്തലിക്കുമ്പോൾ വള്ളിച്ചെടികൾ തലപ്പുകൾ നീട്ടി പടർന്ന് നീളുന്നു. മൃഗാദികൾ ഓടിയും ചാടിയും സഞ്ചരിക്കുമ്പോൾ പറവകൾ പറന്ന് കളിക്കുന്നു. മത്സ്യങ്ങൾ നീന്തി തുടിക്കുമ്പോൾ ഉരകാദികൾ ഇഴഞ്ഞു സഞ്ചരിക്കുന്നു. മഞ്ഞുമാമലകൾ തണുത്തുറഞ്ഞ് കട്ടിപിടിക്കുമ്പോൾ ഭൂഗർഭത്തിൽ ശിലാദ്രാവകങ്ങൾ ഉരുകി തിളയ്ക്കുന്നു. സൂര്യാദി ജ്യോതിർഗോളങ്ങൾ സദാ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വവിധാനീയതയിലെ ഈ വിസ്മയങ്ങളെല്ലാം എങ്ങനെ എവിടെ നിന്നുമുണ്ടായി വരുന്നു? ആരുടെ നിയാമക ശക്തിയും ക്രിയാശക്തിയുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ വർത്തിക്കുന്നത്? സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വരഃ എന്നാണ് ദർശനമാലയിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഗുരുദേവൻ നൽകിയിരിക്കുന്നത്. യസ്യാന്തസ്ഫുരിതം യദാത്മകമിതം ജാതം യതോ വർത്തതേ യസ്മിൻ യത് പ്രളയേപി സത്ഖനമജം സർവം യദന്വേതി എന്നുള്ള വരികളിൽ ഈ ലോകം യാതൊന്നിൻ്റെ ഉള്ളിലാണോ വർത്തിക്കുന്നത്, യാതൊന്നാണോ ഈ ലോകത്തിൻ്റെ ആത്മസത്തയായി വർത്തിക്കുന്നത്, ഈ ലോകം എവിടെ നിന്നുമാണോ ജാതമായത്, യാതൊന്നിലാണോ ഈ ലോകം സ്ഥിതി ചെയ്യുന്നത്, യാതൊന്നാണോ പ്രളയത്തിൽ പോലും സത്ഖനമായി വർത്തിക്കുന്നത്, ജന്മമറ്റതായും അല്ലെ അജാതമായതും സർവാനുസ്യൂതമായതും ആയി വർത്തിക്കുന്ന യാതൊന്നാണോ യഥാർത്ഥത്തിലുള്ളത്, ആ ഒന്നിനെ ബ്രഹ്മം എന്നറിയുക എന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്. യസ്യ അന്തസ്ഫുരിതം യദാത്മകമിതം എന്ന ശ്ലോകഭാഗം നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ ലോകം യാതൊന്നിലാണ് സ്ഫുരിക്കുന്നത് അഥവാ പ്രകാശിക്കുന്നത്, യാതൊന്നാണ് ആ സ്ഫുരണത്തിന് ആധാരശക്തിയായി വർത്തിക്കുന്നത്. ലോകനം ചെയ്യപ്പെടുന്നത് എന്താണോ അതാണ് ലോകം എന്ന് പറയുന്നത്. ലോചനങ്ങളുടെ ധർമ്മവൃത്തി ദൃശ്യാനുഭവങ്ങളായി തീരുന്നതിനെയാണ് ലോകാനുഭവം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സ്വത്വസ്വരൂപത ദൃശ്യാത്മകമാണ്, അല്ലെങ്കിൽ രൂപാത്മകമാണ്. രൂപം അഗ്നിഗുണമാണ്. ബാഹ്യലോചനങ്ങളിൽ, അതായത് ബാഹ്യദൃഷ്ടികളിൽ പ്രതിബിംബിക്കുന്നതായി നാം അറിയുന്ന ലോകം ദൃശ്യരൂപാത്മകമായി പ്രകാശിപ്പിക്കപ്പെടുന്നത് കണ്ണുകളുടെ കഴിവുകൊണ്ടാണ്. അല്ലെ, കണ്ണുകളിലാണോ ഇത് പ്രകാശിക്കുന്നത്? സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ അല്ല എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കണ്ണുകൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ലോകനവൃത്തി യഥാർത്ഥത്തിൽ നടക്കുന്നത് ആത്മജ്യോതിസിലാണ്, അകക്കണ്ണിലാണ്. കണ്ണിൻ്റെ കണ്ണായി വർത്തിക്കുന്ന ആത്മാവിലാണ് ലോകങ്ങൾ ഉരുവപ്പെടുന്നതും ഭാസിക്കുന്നതും. ദൃശ്യങ്ങളും ദർശനവും ജ്ഞാനാഗ്നിമയങ്ങളാണ്. ജ്ഞേയവസ്തുക്കളായി പ്രതീതമാകുന്ന ലോകങ്ങളും ജ്ഞാനാഗ്നിമയം തന്നെയാണ്. ജ്ഞാനാഗ്നിയിൽ സ്ഫുരിച്ച് ജ്ഞാനാത്മകമായി വിരാജിക്കുന്നതും സർവ്വതുമായി പകർന്നാട്ടം നടത്തി നാശത്തിലും നാശമില്ലാതെ പ്രകാശിക്കുന്നതുമായ ഏകവും അഖണ്ഡവുമായ പരം ജ്യോതിസ്സു തന്നെയാകുന്നു സർവ്വലോകങ്ങളായും വിവർത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവാങ്മനോഗോചരമായ ആ ഏകസത്യത്തെ ബ്രഹ്മമായി അറിയുക എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 4-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതി യേയം യയാ ധാര്യത്തെ
പ്രാണീതി പ്രവിഭക്തഭുക് ബഹിരഹം പ്രാജ്ഞ സുഷുപ്തോ യതഃ യസ്യാത്മകലാ സ്ഫുരത്യഹമിതി പ്രത്യന്തരംഗം ജനൈർ യസ്യൈ സ്വസ്തി സമർധ്യതേ പ്രതിപദാ പൂർണ്ണ ശൃണു ത്വം ഹി സാ. ആദ്യമായി ഈ ശ്ലോകത്തെ യാ പ്രകൃതേ ഇദം സൃഷ്ട്വാ അനുപ്രവിശതി വർത്തതേ യയാ ഇദം ധാര്യത്തെ യതഃ ബഹി പ്രവിഭക്തഭുക് പ്രാണീതി യതഃ സുഷുപ്തൗ അഹം പ്രാജ്ഞ യസ്യാം ആത്മകല പ്രത്യന്തരംഗം സ്ഫുരതി ജനൈഃ യസ്യൈ സ്വസ്തി സമർധ്യതേ യാ പ്രതിപദാ പൂർണ്ണ ത്വം സാഹി ശൃണു എന്നിങ്ങനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. യാതൊന്നെല്ലാം എന്തെല്ലാം പ്രകൃതേ ഇദം സൃഷ്ട്വാ പ്രകൃതിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അനുപ്രവിശതി അനുപ്രവേശിച്ചിരിക്കുന്നുവോ, അതായത് പ്രപഞ്ച സൃഷ്ടി നടത്തി പ്രപഞ്ചത്തിൽ പ്രവേശിച്ച് പ്രപഞ്ചമായി യാതൊന്നാണോ വർത്തിക്കുന്നത് യയാ യാതൊരുവളാൽ ഇയം ഇത് ഈ പ്രപഞ്ചം യതഃ യാതൊന്നിൽ നിന്ന് ധാര്യതേ ധരിക്കപ്പെടുന്നുവോ ബഹി പുറത്ത് പ്രവിഭക്തഭുക് പ്രത്യേകം പ്രത്യേകം വിഷയാനുഭവങ്ങൾ നടത്തിക്കൊണ്ട് വിഷയാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടും അനുഭവിപ്പിച്ചുകൊണ്ടും പ്രാണീതി പ്രാണനം ചെയ്യുന്നുവോ യതഃ യാതൊന്നിൽ നിന്ന് സുഷുപ്തൗ അഹം പ്രാജ്ഞ സുഷുപ്തിയിൽ ഞാൻ പ്രാജ്ഞനായിരിക്കുന്നുവോ യസ്യാം യാതൊരുവളിൽ നിന്ന് ആത്മകല ആത്മാവിൻ്റെ കലകമായി പ്രത്യന്തരംഗം അംഗങ്ങൾ പ്രതി സ്ഫുരതി സ്ഫുരിക്കുന്നുവോ ജനൈ ജനങ്ങളാൽ യസ്യൈ യാതൊരുവൾക്ക് സ്വസ്തി സമർത്ഥ്യതേ സ്വസ്തിവാചകം പറയപ്പെടുന്നുവോ യാതൊരുവൾ പ്രതിപദാപൂർണ ജ്ഞാനപൂർണയായി ജ്ഞാനസ്വരൂപിണിയായി നിറഞ്ഞിരിക്കുന്നുവോ ത്വം സാഹി നീ അവൾ തന്നെ ശൃണു കേട്ടുകൊള്ളുക. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: യാതൊരുവൾ പ്രകൃതിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ അനുപ്രവേശിച്ച് വിരാജിക്കുന്നുവോ, യാതൊരുവളാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നുവോ, പുറത്ത് വിഷയാനുഭവങ്ങൾ പ്രത്യേകം പ്രത്യേകമായി അനുഭവിച്ചുകൊണ്ടും അനുഭവിപ്പിച്ചുകൊണ്ടും യാതൊരുവൾ വിരാജിക്കുന്നുവോ, യാതൊന്നിൻ്റെ പ്രഭാവത്താൽ ഞാൻ സുഷുപ്തിയിൽ പ്രാജ്ഞനായിരിക്കുന്നുവോ, യാതൊരുവളിൽ നിന്നുമാണോ ആത്മകല ഓരോ അന്തരംഗത്തിലും സ്ഫുരിക്കുന്നത്, ജനങ്ങൾ യാതൊരുവൾക്കാണോ സ്വസ്തി പറയുന്നത്, യാതൊരുവളാണോ ജ്ഞാനപൂർണയായി വിരാജിക്കുന്നത്, അവൾ തന്നെയാകുന്നു നീ കേട്ടുകൊള്ളുക. സ്വാമിൻ: പ്രഭോ, ഞാൻ ആരാകുന്നു, ഈ ലോകം എങ്ങനെയുണ്ടായി എന്ന ശിഷ്യന്റെ ചോദ്യങ്ങൾക്ക് സ്പഷ്ടമായ ഉത്തരങ്ങൾ നൽകുന്ന ഗുരുവിൻ്റെ വാക്യങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ നമ്മെ കേൾപ്പിക്കുന്നത്. ലോകം പ്രകൃത്യാ സംസൃഷ്ടമാണെങ്കിലും അതിന് പിന്നിൽ വർത്തിക്കുന്ന ഒരു സർഗശക്തിയുണ്ട്. ആ സർഗശക്തിയെ അവൾ എന്നാണ് ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ സർഗശക്തി തന്നെയാണ് ലോകത്തെ സൃഷ്ടിച്ച് ലോകമായി വിരാജിക്കുന്നത്. യാതൊരുവളിൽ നിന്നുമാണോ ആത്മകല ഓരോ അന്തരംഗത്തിലും സ്ഫുരിക്കുന്നത്, യാതൊരുവൾക്കാണോ ജനം സ്വസ്തി പറയുന്നത്, യാതൊരുവളാണോ ജ്ഞാനപൂർണയായി വിരാജിക്കുന്നത്,
അവൾ തന്നെയാകുന്നു നീ എന്നാണ് ഗുരു ശിഷ്യന് നൽകിയിരിക്കുന്ന മറുപടി. യാതൊരുവൾ എന്നിവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശക്തിയെയാണ്. അറിവിൽ നിന്നുമാണ് ഈ ലോകമുണ്ടായി വരുന്നത് എന്നും അറിവായി തന്നെ ലോകം ഭാസിക്കുന്നു എന്നും അറിവല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ഗുരുദേവകൃതമായ അറിവ് എന്ന കൃതിയിൽ ഇക്കാര്യം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ആരാകുന്നു എന്ന ശിഷ്യന്റെ ചോദ്യത്തിന് നീ അറിവാകുന്നു എന്ന ഉത്തരമാണ് ഗുരുദേവൻ നൽകിയിരിക്കുന്നത്. ഈ ലോകം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ഈ ലോകം അറിവിൽ നിന്നുമുണ്ടായി അറിവായി വിരാജിക്കുന്നു എന്ന ഉത്തരവും നൽകിയിരിക്കുന്നു. നാനാവിധ പ്രകൃതിയോടുകൂടി വിരാജിക്കുന്ന ലോകത്തെ ദൃശ്യാനുഭവങ്ങളായും ശ്രവ്യാനുഭവങ്ങളായും ഘ്രാണാനുഭവങ്ങളായും രസാനുഭവങ്ങളായും സ്പർശാനുഭവങ്ങളായുമാണ് നാം അറിയുന്നത്. ആ 5 പ്രകാരത്തിലുള്ള അനുഭവങ്ങളും ഇന്ദ്രിയാനുഭവങ്ങളാണെങ്കിൽ ആത്മജ്യോതിസിൽ നിന്നും പ്രഭവിച്ച് പ്രസരിക്കുന്ന അറിവാണ് ഇന്ദ്രിയാനുഭവങ്ങളായി പരിണാമപ്പെടുന്നത്. ആത്മജ്യോതിസ് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൻ്റെ പ്രതിസ്ഫുരണമാണ്. യാതൊരുവരിൽ നിന്നുമാണോ ആത്മകല ഓരോ അന്തരംഗത്തിലും സ്ഫുരിക്കുന്നത് ആ ഒരുവൾ തന്നെയാണ് ബ്രഹ്മം. പരമാത്മാവിൻ്റെ പൂർണ്ണ സ്വരൂപം കൊണ്ട് വിരാജിക്കുന്ന പരമ്പൊരുളായി ആ ഒരുവളെ മനസ്സിലാക്കേണ്ടതാണ്. ജ്ഞാനപൂർണയായി വിരാജിക്കുന്ന അവൾ തന്നെയാകുന്നു നീ എന്ന ഗുരുവാക്യത്തിൻ്റെ പൊരുൾ ജ്ഞാനസ്വരൂപതയോടുകൂടി വിരാജിക്കുന്ന സമ്യക് ജ്ഞാനത്തിൽ നിന്നും അന്യമല്ലാത്തതായി നീ നിന്നെ അറിയുക എന്നാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രത്തെ ഈ ശ്ലോകത്തോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഞാൻ ആരാകുന്നു എന്ന് ഒരാളെ കൊണ്ട് സ്വയം ചോദിപ്പിക്കുന്നത് അറിവാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനനം ചെയ്തറിയുന്നതും അറിവിൻ്റെ രൂപത്തിലാണ്. അറിവിൻ്റെ അഭാവത്തിൽ ഞാൻ എന്ന ബോധമുണ്ടാവുകയില്ല. ലോകത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ലോകനം ചെയ്യപ്പെടുന്നത് എന്താണോ അതാണ് ലോകം. ലോകനം എന്ന പദത്തിൻ്റെ വാഗർത്ഥം കാണൽ എന്നാണ്. ബാഹ്യനേത്രങ്ങളിലൂടെയുള്ള നോക്കിക്കാണൽ വെറും ലോകനമാണ്. ആലോകനവും അവലോകനവുമാണ് ലോകനത്തെ ജ്ഞാനമയമാക്കി തീർക്കുന്നത്. പുറം കാഴ്ചകളിലൂടെ സംസിദ്ധമായി തീരുന്ന വസ്തുബോധത്തെ കാര്യകാരണസഹിതം വിചാരം ചെയ്തറിയുന്ന ചൂഴ്ന്നു നോട്ടമാണ് ആലോകനം. ആലോകനത്തിലൂടെ സംസിദ്ധമായി തീരുന്ന വസ്തുതാപരവും വസ്തുപരവുമായ ബോധത്തിലൂടെ സമാർജിതമായി തീരുന്ന അറിവിനെ പ്രമാണങ്ങളുടെയും ശാസ്ത്രയുക്തിയുടെയും ദാർശനിക യുക്തിയുടെയും ഒക്കെ പിൻബലത്തോടു കൂടി സ്ഫുടം ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കുന്ന ബോധവൃത്തിയാണ് അവലോകനം. അവലോകിത സത്യങ്ങൾ കറതീർന്ന ജ്ഞാനമായി ചിത്തത്തിൽ പ്രതിഷ്ഠിതമായി തീരും. അത് പൂർണ്ണജ്ഞാനമാകുന്നു എന്നറിയേണ്ടതാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അതായത് അത് ബ്രഹ്മം പൂർണ്ണമാകും, ഇത് പ്രപഞ്ചം പൂർണ്ണമാകും. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉദിക്കുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് ശാന്തിപാഠ രൂപേണ ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നത് ഈ ജ്ഞാനനിലയെയാണ്. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ താൻ ഉൾപ്പെടെയുള്ള സർവത്തെയും ദർശിക്കുന്ന ജ്ഞാനയോഗമാണ് ബ്രഹ്മവിദ്യ.
ബ്രഹ്മവിദ്യാഭ്യാസം കൊണ്ടുള്ള ലാഭം എന്താകുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനുഭവവാക്യ ഉപദേശമായിട്ട് വേണം നമ്മൾ ഈ കൃതിയിലെ 5-ാമത് ശ്ലോകം പഠിക്കുവാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കൃതിയിലെ 5-ാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. പ്രജ്ഞാനം ത്വഹമസ്മി തത്വമസി തത് ബ്രഹ്മായം ആത്മേതി സംഗായൻ വിപ്രാചരപ്രശാന്തമനസാ ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം കൊനു സഞ്ചിതം തവ കിമാഗാമി ക്വ കർമാപ്യസത് തയ്യധ്യസ്തമദോഖിലം ത്വമസി സച്ചിന്മാത്രമേകം വിഭുഃ. ആദ്യമായി ഈ ശ്ലോകത്തെ പ്രജ്ഞാനം തു അഹം അസ്മി തത് ത്വം അസി തത് ബ്രഹ്മ അയം ആത്മാ ഇതി സംഗായൻ വിപ്രാ ത്വം ബ്രഹ്മബോധോദയാത് പ്രശാന്തമനസാചര തവ പ്രാരാബ്ധം കൊനു സഞ്ചിതം കിം ആഗാമി കർമ്മ അപി ക്വ അസദ് അഖിലം ത്വയി അധ്യസ്തം അദഹ ത്വം ചിന്മാത്രം ഏകം സത് വിഭുഃ അസി എന്നിങ്ങനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി പദാനുപദ അർത്ഥം മനസ്സിലാക്കാം. പ്രജ്ഞാനം തു പ്രകൃഷ്ടമായ ജ്ഞാനമാകട്ടെ, അഹം അസ്മി ഞാനെന്ന ബോധമാകുന്നു, തത് അത് ത്വം അസി നീ ആകുന്നു, തത് ബ്രഹ്മ അസി അത് ബ്രഹ്മമാകുന്നു, അയം ആത്മാ ഇതി ഇത് ആത്മാവാകുന്നു എന്നിങ്ങനെ സംഗായൻ മനസ്സിലാക്കി സാക്ഷാത്കരിച്ച് പാടിക്കൊണ്ട് വിപ്രാ ഹേ വിദ്വാൻ ബ്രഹ്മബോധോദയാത് ബ്രഹ്മബോധോദയ സിദ്ധിയാൽ പ്രശാന്ത മനസാചര പ്രശാന്തമായ മനസ്സോടുകൂടി നീ സഞ്ചരിക്കുക. തവ നിനക്ക് പ്രാരാബ്ധം കൊനു പ്രാരാബ്ധം എവിടെ നിന്നുണ്ടാകാനാണ്? സഞ്ചിതം കിം സഞ്ചിത കർമ്മഫലം എന്താണ്? ആഗാമി കർമ്മ അപി ക്വ വരാൻ പോകുന്ന കർമ്മവും എവിടെ? അതഹ അതുകൊണ്ട് അസദ് അഖിലം ഇല്ലാത്തതായ സർവതും ത്വയി അധ്യസ്ഥം നിന്നിൽ ആരോപിക്കപ്പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കുക. ത്വം നീ സച്ചിന്മാത്രം സന്മാത്രവും ചിന്മാത്രവുമാണ്, ഏകം വിഭുഃ നീ ഏകനും സർവവ്യാപിയുമാണ്. ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ഞാൻ പ്രജ്ഞാനമാകുന്നു, അത് നീ ആകുന്നു, ആ ബ്രഹ്മം തന്നെയാകുന്നു ഈ ആത്മാവ്. ഹേ വിദ്വൻ, ബ്രഹ്മബോധോദയത്താൽ നീ പ്രശാന്ത മനസ്കനായി ഇങ്ങനെ പാടിക്കൊണ്ട് സഞ്ചരിക്കുക. നിനക്ക് പ്രാരബ്ധം എവിടെ നിന്നുണ്ടാവാനാണ്? സഞ്ചിതം എന്താണ്? ആഗാമി കർമ്മങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അല്ലെ, എവിടെ നിന്ന് വരാനാണ്? വാസ്തവത്തിൽ ഇല്ലാത്തവയും എന്നാൽ ഉണ്ടെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് വിരാജിക്കുന്നതുമായി എന്തെല്ലാമുണ്ടോ അവയെല്ലാം നിന്നിൽ അധ്യസ്ഥങ്ങളാണ്, അഥവാ ആരോപിതങ്ങളാണ്. നീ സന്മാത്രനും ചിന്മാത്രനും ഏകനും വിഭുവുമാണ്. ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ ഈ അവസാന ശ്ലോകം അനുഭവവാക്യോപദേശമാണ്. ബ്രഹ്മബോധോദയത്താൽ
പ്രശാന്ത മനസ്കനായി തീർന്ന വിപ്ര, നീ ബ്രഹ്മമാഹാത്മ്യത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ചരിക്കുക. ഇതാണ് ഗുരു ശിഷ്യന് നൽകിയിരിക്കുന്ന അന്തിമോപദേശം. ഇവിടെ ആ വിപ്ര എന്ന സംബോധന, അല്ലെ വിപ്രൻ എന്ന പദപ്രയോഗം ബ്രാഹ്മണൻ എന്ന അർത്ഥത്തിലല്ല, വിദ്വാൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രശാന്ത മനസ്കതയാണ് ബ്രഹ്മവിദ്യാ സാക്ഷാത്കാരത്തിലൂടെ സംസിദ്ധമായി തീരുന്ന ആത്യന്തികമായ ലാഭമെന്നും ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്നീ 4 മഹാവാക്യങ്ങൾ ഉപനിഷത്ത് സാരസംഗ്രഹങ്ങളാണ്. ഋഗ്വേദാന്തർഗതമായ ഐതരേയോപനിഷത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. പ്രകൃഷ്ടമായ ജ്ഞാനമാണ് ബ്രഹ്മം എന്നാണ് ഈ മഹാവാക്യത്തിൻ്റെ വാഗർത്ഥം. സുചിന്തിതവും സുനിശ്ചിതവുമായ ജ്ഞാനമാണ് പ്രകൃഷ്ടജ്ഞാനം. ശാസ്ത്രീയമായ അടിത്തറയും ദാർശനിക തെളിമയും യുക്തിഭദ്രതയും സമന്വയിക്കുന്ന ജ്ഞാനം എന്ന് പ്രജ്ഞാനത്തെ നിർവചിക്കാവുന്നതാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന മഹാവാക്യം യജുർവേദാന്തർഗതമായ ബൃഹദാരണ്യകോപനിഷത്തിലെ മഹാവാക്യമാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ്. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ഞാനും അതേ പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ വിലയം പ്രാപിക്കുന്ന ബോധസത്തയാകുന്നു എന്നാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഉദ്ഘോഷിക്കുന്നത്. ഞാൻ എന്നത് ഒരു ബോധവസ്തുവാണ്. ബോധമില്ലാത്തവനിൽ അഹംബോധം പ്രകാശിക്കുകയില്ല. ബോധവസ്തു അറിവായിട്ടാണ് വിലാസം ചെയ്യുന്നത്. സൂക്ഷ്മവിചിന്തനം ചെയ്തു നോക്കിയാൽ അഹം ബ്രഹ്മാസ്മി എന്ന ബോധവും പ്രജ്ഞാനം ബ്രഹ്മ എന്ന ബോധവും അറിവ് തന്നെയാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. തത്വമസി, തത് ത്വം അസി എന്ന മഹാവാക്യത്തിൻ്റെ വാഗർത്ഥം അത് നീ ആകുന്നു എന്നാണ്. യാതൊന്നിനെയാണോ നീ തേടുന്നത് അത് നിന്നിൽ നിന്നും അന്യമല്ല. നിന്റെ സ്വത്വം തേറിയറിയാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് വശപ്പെടാത്തതായി ഒന്നും അവശേഷിക്കുന്നതല്ല. തന്നിൽ നിന്നന്യമല്ലാതെ സർവത്തെയും ദർശിക്കുക. ഇതാണ് തത്വമസി എന്ന മഹാവാക്യം ഉദ്ഘോഷിക്കുന്നത്. അറിവിൻ്റെ രൂപത്തിൽ അനുഭവവേദ്യമായി തീരുന്ന ബോധം തന്നെയാണ് നീ എന്ന ഉപദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. സാമവേദാന്തർഗതമായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന മഹാവാക്യം അഥർവ വേദാന്തർഗതമായ മാണ്ഡൂക്യോപനിഷത്തിലെ മഹാവാക്യമാണ്. ജീവാത്മാവിനെയാണ് ഇവിടെ ഈ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവാത്മബോധം വ്യഷ്ടിഗതവും പരമാത്മബോധം സമഷ്ടിഗതവുമാണ്. ഭൂമിയുടെ ഏറ്റവും ചെറിയ അംശം പൊടിയുടെ രൂപത്തോടു കൂടിയതായിരിക്കും. അങ്ങനെയാണത് സ്ഥിതി ചെയ്യുന്നത്. അസംഖ്യം പൊടികളുടെ സംഘാതമാണ് ഭൂമി. അതുപോലെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും അറിയേണ്ടതാണ്. പൊടി ഒരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുൾപ്പെടും ഒരു ഭൂവിതിന് ഇല്ല ഭിന്നഭാവം. ജഡമരുന്നതുപോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം എന്ന ആത്മോപദേശ ശതകത്തിലും ഈ തത്വം ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് പ്രാരബ്ധം എവിടെ, സഞ്ചിതം എന്ത്, ആഗാമി കർമ്മം എവിടെ എന്നീ ചോദ്യങ്ങൾ ശിഷ്യന്റെ ചിന്തകളെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളാണ്. മതാതീത ആത്മീയ ബോധം ഉദയം ചെയ്യുന്നതുവരെ പ്രാരബ്ധ സഞ്ചിതാഗാമി ചിന്താസ്വാധീനം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ജീവിതത്തെ സംബന്ധിക്കുന്ന ഭാരതീയമായ മൂല്യ സങ്കല്പ സിദ്ധാന്തങ്ങളിൽപ്പെടുന്ന ചിന്താധാരകളിൽ ഒന്നാണ്
പ്രാരബ്ധ സഞ്ചിതാഗാമി കർമ്മസിദ്ധാന്തം. പുനർജന്മ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ മൂല്യസങ്കല്പം. മനുഷ്യരുൾപ്പെടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും മുൻജന്മങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മരണാനന്തര പുനർജന്മങ്ങൾ ഉണ്ട് എന്നുമാണ് സങ്കല്പം. മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നും ഇഹജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലങ്ങളുടെ ആകത്തുകയാണ് മരണാനന്തര പുനർജന്മത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്നും സിദ്ധാന്തിക്കുന്ന കർമ്മഫല പുനർജന്മ സിദ്ധാന്തം പുണ്യങ്ങൾ ചെയ്യാനും പാപങ്ങൾ ചെയ്യാതിരിക്കാനുമാണ് ഉദ്ബോധനങ്ങൾ നടത്തുന്നത്. കർമ്മങ്ങളെ സത്കർമ്മങ്ങളെന്നും ദുഷ്കർമ്മങ്ങളെന്നും രണ്ടായി തിരിച്ചാണ് കർമ്മഫല പുനർജന്മ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സൽക്കർമ്മഫലങ്ങളെ പുണ്യം എന്നും ദുഷ്കർമ്മഫലങ്ങളെ പാപമെന്നുമാണ് നിർവചിച്ചിരിക്കുന്നത്. ഒരു ജന്മത്തിൽ സഞ്ചയിക്കുന്ന പുണ്യങ്ങളുടെ ഫലമായി ഉത്കൃഷ്ട പുനർജന്മങ്ങളും പാപങ്ങളുടെ സഞ്ചിത ഫലമായി നീചജന്മങ്ങളും സിദ്ധിക്കുമെന്നും കർമ്മഫല പുനർജന്മ സിദ്ധാന്തം ഉദ്ഘോഷിക്കുന്നു. വസ്തുതാപരമായ അപഗ്രഥന ബുദ്ധിയോടുകൂടി വിചാരം ചെയ്തു നോക്കിയാൽ പുണ്യപാപങ്ങൾ തികച്ചും ആപേക്ഷികങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. വാസ്തവത്തിൽ സർവകർമ്മങ്ങളും പ്രകൃത്യാഭിപ്രേരിതങ്ങളാണ്. ഓരോ ജീവിയും അതാതിൻ്റെ ജന്മസിദ്ധമായ കർമ്മവാസനയാൽ അഭിപ്രേരിതരായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പ്രകൃത്യാഭിപ്രേരണ ബ്രഹ്മനിയോഗം തന്നെയാണ്. ബ്രഹ്മകൽപ്പിതങ്ങളാകുന്നു സർവകർമ്മങ്ങളും എന്നു സാരം. പ്രകൃതി നീതിയിൽ പുണ്യപാപങ്ങൾക്ക് സ്ഥാനമില്ല. ധർമാധർമ്മങ്ങളും ആപേക്ഷികങ്ങളാണ്. വിശ്വവിധാനീയതയെ താങ്ങി നിർത്തുന്ന ക്രിയാശക്തിയാണ് ധർമ്മം. ആ ക്രിയാശക്തി സ്വയം സംഭാവിതമാണ്. പ്രകൃത്യ സ്വയമേവ സംഭവിക്കുന്നതെല്ലാം പ്രകൃതിധർമ്മങ്ങളാണ്. സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ അധർമ്മം എന്നൊന്ന് ഇല്ലാത്തതാകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. നമ്മുടെ അറിവിലാണ് ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമുള്ളത്. വ്യവസ്ഥാപിത സങ്കല്പത്തിൻ്റെ ഉൽപ്പന്നം എന്ന നിലയിൽ അറിവ് വർദ്ധിക്കുമ്പോഴാണ് ധർമാധർമ്മദ്വയബോധം പ്രതീതമാകുന്നത്. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ മാത്രം തിങ്ങി വിങ്ങി വിരാജിക്കുന്ന വിശ്വത്തിൽ ഒരിടത്ത് പോലും മറ്റൊന്നിനും സ്ഥിതി ചെയ്യാൻ ഇടമില്ല. ധർമ്മയേവ പരം ബ്രഹ്മം എന്ന ആനുഭൂതിക ബോധനിലയുടെ അഭാവത്തിൽ മാത്രമേ അധർമ്മബോധത്തിന് സാധുതയുള്ളൂ. പ്രകൃത്യാ അരങ്ങേറുന്ന ഒരു കർമ്മവും അധർമ്മമല്ല. അതുകൊണ്ട് തന്നെ പുണ്യപാപ സങ്കല്പവും ആപേക്ഷികമാണ്. ബ്രഹ്മാഭിപ്രേരിതമായ അഥവാ പ്രകൃത്യാഭിപ്രേരിതമായ ഒരു കർമ്മവും പാപഫലം തരുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രകൃതി നിയതിയിൽ പുണ്യപാപ വിവേചനം ഇല്ല എന്ന് തീർത്തു പറയാവുന്നതാണ്. വിശ്വത്തെ താങ്ങി നിർത്തുന്ന ഏകവും അഖണ്ഡവുമായ ക്രിയാശക്തിയാണ് സ്വാഭിപ്രേരണയാൽ ചെയ്യപ്പെടുന്ന സർവകർമ്മങ്ങളുമായി മാറുന്നത്. കർമ്മങ്ങളെല്ലാം പ്രകൃത്യാഭിപ്രേരിതങ്ങളായതുകൊണ്ട് കർമ്മികൾക്ക് കർത്തൃത്വ അവകാശമോ ഭോക്തൃത്വ അവകാശമോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇല്ലാത്ത പുണ്യപാപങ്ങൾ എങ്ങനെയാണ് സഞ്ചിതാഗാമിയായി ഭവിക്കുന്നത്? താത്വികമായി തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതാണ്. വസ്തുതാപരമായ സത്യങ്ങൾ അറിയാത്തവരാണ് ധർമാധർമ്മ നിർണയവും പുണ്യപാപ നിർണയവും നടത്തുന്നത്. മുൻജന്മങ്ങളെപ്പറ്റിയും പുനർജന്മങ്ങളെപ്പറ്റിയും അനുഭവ സാക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. വ്യവസ്ഥാപിത സാമൂഹിക നീതികളെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും വേണ്ടി ബുദ്ധിമാന്മാർ മെനഞ്ഞുണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് പ്രാരബ്ധ സഞ്ചിതാഗാമി കർമ്മസിദ്ധാന്തം മുതലായ സിദ്ധാന്തങ്ങളെല്ലാം. ബ്രഹ്മബോധോദയ സിദ്ധി സംസിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഈ വക ചിന്താ പദ്ധതികളുടെ ഒന്നും ഊരാക്കുടുക്കുകളിൽ നാം പെട്ടുപോകുന്നതല്ല.
ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ സ്വയമേവ സംഭവിക്കുന്ന ക്രിയാശക്തിയുടെ വിവർത്തങ്ങളാണ് പ്രാപഞ്ചിക പ്രതീതികളെല്ലാം. വ്യക്തിഗത കർമ്മങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. പ്രകൃത്യാ സംഭവിക്കുന്ന ക്രിയാശക്തിയുടെ വൈഭവങ്ങളെ നിയന്ത്രിക്കാൻ ആരാലും സാധ്യമല്ല. തന്നിൽ നിന്നും അന്യമല്ലാത്തതായി സർവത്തെയും കാണാനും സർവ്വതിലും താനുമുണ്ട് എന്ന ബോധനില ഉറപ്പിച്ചെടുക്കാനും സാധിക്കുന്നിടത്താണ് ബ്രഹ്മവിദ്യാ സാക്ഷാത്കാരം സംഭവിക്കുന്നത്. ആ സാക്ഷാത്കാരാനുഭൂതി സംസിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുവാൻ മാത്രമേ സാധിക്കൂ. ഈ അനുഭവ വാക്യോപദേശത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന ഈ വേദാന്ത പ്രവേശിക കാവ്യം ഉപസംഹരിച്ചിരിക്കുന്നു.